ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 8 ഞായറാഴ്ച. നാളെ തിങ്കൾ എനിക്ക് മാത്സ് പ്രാക്ടിക്കൽ എക്സാം. സോ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ആവും എന്നൊന്ന് പറഞ്ഞുകൂടാ. ഞാനിപ്പോൾ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 28 വരെ സ്റ്റഡി വ്ളോഗ്, ഡെയിലി വ്ളോഗ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ബിക്കോസ് പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റു അങ്ങനെയൊക്കെ ഉണ്ട്. സോ പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ടിപ്പ് നമ്പർ 1, നമ്മൾ പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളെ റൂം അല്ലെങ്കിൽ പഠിക്കുന്ന സ്പേസ് ക്ലീൻ ആക്കി വയ്ക്കണം. ഒരു മാക്സിമം 10 to 15 മിനിറ്റ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരുവിധം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പഠിച്ചു തുടങ്ങാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ടേബിള്. അപ്പം ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. നാളെ പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് മാത്സ് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണ്. ഇതിൽ ലാപ്ടോപ്പിലാണ് ചെയ്യണത്. അപ്പോൾ ലാപ്ടോപ്പ് ഓണാക്കി, പിന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ ആവശ്യമുള്ള ഹെഡ്സെറ്റ്, പിന്നെ റിമോട്ട്, പേന, ബുക്കെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. എളുപ്പമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനെന്ന് പറഞ്ഞിട്ട് കസേരയിൽ എണീറ്റാൽ പിന്നെ ആ വഴി ഡൈവേർട്ടായി പോകും. ഞാനൊക്കെ ആണെങ്കിൽ എളുപ്പം ഡിസ്ട്രാക്റ്റ് ആയി പോകുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എല്ലാം ഒരിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട എന്നാണ് തോന്നുന്നത്. സോ ടിപ്പ് നമ്പർ 2, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു കൈ അകലത്തിൽ തന്നെ വയ്ക്കുക. ഓക്കെ ഗൈസ്, നമുക്കിനി പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ സമയം 9:30 നമുക്ക് പഠിക്കണം. ഞാൻ ഇത് ഓവറായിട്ട് ലോജിക്കുള്ളതൊന്നും പഠിക്കാനില്ലെങ്കിൽ ഞാൻ എപ്പോഴും നൈസായിട്ടൊരു പാട്ട് വയ്ക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് പാട്ട് വയ്ക്കാം. ചാർജ് ഇല്ല ഗൈസ്, ചാർജ് നമ്മൾ വരുന്നുണ്ടാവും. കണക്റ്റ് ആവുന്നില്ല ഗൈസ്. അപ്പം ഇവിടെ വെച്ചിട്ട് അടുത്ത ഹെഡ്സെറ്റ് എടുക്കാം. സോ ഗൈസ്, ഹെഡ്സെറ്റ് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റിൽ വെച്ചിട്ട് പാട്ടൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം. എന്താണ് പറയുക, ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ല. സോ ഈ കാണാൻ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹമൊക്കെ വരും. സോ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പം ഡിസ്ട്രാക്റ്റ് ആയി പോവില്ല. നമുക്ക് പഠിക്കാം.
ഗൈസ്, എനിക്ക് റെക്കോർഡ് നോക്കിയിട്ട് എന്തൊരു ബോറടി പോലെ. നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നുള്ളത് ചെയ്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ ഡൗട്ടുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഫിസിക്സൊക്കെയാണ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബോറടി വരും. അപ്പോൾ ഒരു 45 minutes പഠിക്കണം, 15 minutes റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം, വെളിയിൽ കൂടെ നടക്കാം, വേറെ എന്തെങ്കിലും ബുക്സ് വായിക്കുന്നത് അത്ര നല്ലതല്ല, ഞാൻ ചെയ്യാറില്ല. വേറെ എന്തെങ്കിലും ചെയ്യാം, സോഷ്യൽ മീഡിയ, ഫോൺ, അത് പോയിട്ട് വേറെ എന്ത് വേണം ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ട്രാക്റ്റ് ആയി പോയായിരുന്നു. സമയം ഇപ്പോൾ 10:06. നമുക്കിന്നൊരു 11 മണി വരെയൊക്കെ നോക്കാം. അതുവരെ അത്രയൊന്നും വേണ്ട, 10:30 ആകുമ്പോൾ പഠിച്ച് തീരും എന്നാണ് എൻ്റെ ഒരു ഊഹം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഗൈസ്, ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇരുന്ന് പഠിച്ചാൽ ഒന്നും തലയിൽ കയറ്റില്ല.
അപ്പോൾ നമുക്കിതൊക്കെ ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇനി നാളെ എക്സാം കഴിഞ്ഞിട്ട് വരുന്നവരെ കാണും. അപ്പോൾ നാളെ രാവിലെ പഠിക്കുന്നതും സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. സോ ഗൈസ്, ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് പഠിക്കണമൊന്നും എടുത്തില്ല. ബിക്കോസ് ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഇടാൻ മറന്നുപോയി. സോ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. അതോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിലോട്ട് ഇറങ്ങണം. ഇപ്പോൾ സമയം 11:15 എല്ലാം എടുത്തു എന്നാണ് തോന്നുന്നത്. നമുക്കിനി എനിക്കിവിടെ നിന്നൊരു 30 മിനിറ്റ്സ് ബസ്സിൽ കയറിയ യാത്ര ചെയ്താലേ സ്കൂളെത്തുള്ളൂ. സോ നമുക്കിപ്പോൾ ഇറങ്ങാം. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കൂളെത്തും. 1 മണിക്കൂർ പോസ്റ്റ് മീൻസ് ആരെങ്കിലുമൊക്കെ കാണും, സംസാരിച്ചിരിക്കും. എല്ലാം എടുത്തിട്ടുണ്ട്, ബാഗ് റെഡിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോൾ ടിക്കറ്റ് സക്സസ്ഫുള്ളി വാങ്ങിയിട്ടാണ് സ്കൂളിലോട്ട് പോയത്. ഹോൾ ടിക്കറ്റ് ഉണ്ട്, റെക്കോർഡുണ്ട്, പേന, ID കാർഡ്. നമുക്ക് ഇറങ്ങാം. കർട്ടൻ അടച്ചില്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ നല്ല ചൂടായിരിക്കും ഇതിനകത്ത്. സോ നമുക്ക് പോവാം. കണ്ണാടി എടുത്തില്ല ഗൈസ്, നമുക്ക് ഒരിക്കലും കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മറക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഹോൾ ടിക്കറ്റേ മറന്നു. ടീച്ചർ ഡ്യൂപ്ലിക്കേറ്റ് തന്നിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. സോ ഓക്കെ ഓൾ സെറ്റ്. ഇനിയും ഒന്നും എടുക്കാനില്ലെന്നാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഹോൾ ടിക്കറ്റും പേനയും റെക്കോർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റും. ട്രാവൽ കാർഡ് എടുക്കാൻ മറന്നു. ട്രാവൽ കാർഡ് കിട്ടി, പോവാം. എന്തെങ്കിലും എടുക്കാനുണ്ടാവോ എന്തോ. എന്തായാലും ഇത് കിട്ടി, പിന്നെ എന്തായാലും ബസ്സിൽ കയറാനും പറ്റും. ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് പറയുന്നത്, രാവിലെ മുടിഞ്ഞ തണുപ്പ്, ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ മുടിഞ്ഞ വെയിൽ, രാത്രിയാകുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചൂട്. എന്തായാലും നല്ല ക്ലൈമറ്റ് ആവും. സോ ഞാൻ ഇനി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഇപ്പോൾ സമയം 10:15 രാത്രി. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. എക്സാമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഞാൻ നന്നായിട്ട് എഴുതി. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പഠിക്കുമ്പോൾ എന്തോന്നൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞു തരണം എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ